Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 40th lecture of Management Concepts and Thought. Today, we are discussing about the techniques of controlling process, especially traditional techniques of controlling process. Let us discuss controlling. Control is a fundamental managerial function. Managerial control regulates the organizational activities. It compares the actual performance and expected organizational standards and goals. For deviation in performance between the actual and expected performance, it ensures that necessary corrective action is taken. കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ മാനേജീരിയൽ ഫങ്ഷനാണ്. ഓർഗനൈസേഷനിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു മാനേജീരിയൽ കൺട്രോളാണ് കൺട്രോളിങ്. ആക്ച്വൽ പെർഫോമൻസിനെ എക്സ്പെക്റ്റഡ് ഓർഗനൈസേഷണൽ സ്റ്റാൻഡേർഡ്സും ഗോൾസുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് മാനേജീരിയൽ കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഡീവിയേഷൻ ഈ പെർഫോമൻസിൽ ഉണ്ടാവുകയാണ് എങ്കിൽ ആക്ച്വലും എക്സ്പെക്റ്റഡ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടാവുകയാണ് എങ്കിൽ ആവശ്യമായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ എടുക്കും. അതാണ് കൺട്രോളിങ്ങിൽ പറയുന്നത്. ലുക്ക് അറ്റ് ദ ടെക്നിക്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് കൺട്രോളിംഗ് പ്രോസസ്. There are various techniques of managerial control which can be classified into two broad categories, namely traditional techniques and modern techniques. രണ്ട് ടെക്നിക്കുകളുടെ പേരുകളാണ് നമ്മളിവിടെ പറഞ്ഞത്, ട്രഡീഷണൽ ടെക്നിക്കും മോഡേൺ ടെക്നിക്കും. കോമൺ ആയിട്ട് കൺട്രോൾ പ്രോസസ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടാണ്, ട്രഡീഷണൽ ടെക്നിക്സ് ആൻഡ് മോഡേൺ ടെക്നിക്സ്. ട്രഡീഷണൽ ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ് ക്യാൻ ബി again classified into four: personal observation, statistical report, break-even point, and budgetary control. Traditional techniques are those which have been used by companies for a long time now. This includes personal observation, statistical report, break-even analysis, and budgetary control. First one is personal observation. This is the most traditional method of control. Personal observation is one of the techniques which enable the manager to collect the information as the first-hand information. Most traditional method of control എന്ന് പറയുന്നത് പേഴ്സണൽ ഒബ്സർവേഷൻ ആണ്. മാനേജർ കളക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനെയാണ് പേഴ്സണൽ ഒബ്സർവേഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കൺട്രോൾ. It also creates a phenomenon of psychological pressure on the employees to perform in such a manner so as to achieve well their objectives, as they are aware that they are being observed personally on their job. However, it is a very time-consuming exercise and cannot effectively be used for all kinds of job. ഇതൊരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആണ്. എംപ്ലോയീസിനെ പ്രഷർ ചെയ്തുകൊണ്ട് മാക്സിമം പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി അവരെ മാനേജേഴ്സ് ഒബ്സർവ് ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ അവർ മാക്സിമം ഓബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എംപ്ലോയീസ് അവെയർ ആയിരിക്കും, അവരെ പേഴ്സണലി അവരുടെ ജോബിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എംപ്ലോയീസിന് ഉണ്ടായി. അതുവഴി അവരെ കൺട്രോൾ ചെയ്യുന്നതാണ് പേഴ്സണൽ ഒബ്സർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ജോബ്സിലും ഇത് നമുക്ക് ഇഫക്റ്റീവ് ആകണമെന്നില്ല. കൂടാതെ തന്നെ ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസ് കൂടിയാണ്. സെക്കൻഡ് വൺ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഓവറാൾ അനാലിസിസ് ഓഫ് റിപ്പോർട്ട്സ് ആൻഡ് ഡേറ്റ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് ആവറേജസ്, പെർസെൻറ്റേജ്, റേഷ്യോസ്, കോറിലേഷൻ, എക്സെട്ര. പ്രസൻറ്റ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ടു ദ മാനേജേഴ്സ് regarding the performance of the organization in various areas. അടുത്ത കൺട്രോളിംഗ് ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡേറ്റയുടെയോ റിപ്പോർട്ടിൻ്റെ ഒരു ഓവറാൾ അനാലിസിസ് ആണ്. ഓർഗനൈസേഷൻ്റെ വേരിയസ് ഏരിയാസിലുള്ള പെർഫോമൻസിനെ മാനേജേഴ്സ് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനായിട്ട് പെർസെൻറ്റേജിൻ്റെ രൂപത്തിലോ റേഷ്യോയുടെ രൂപത്തിലോ ആവറേജ്, കോറിലേഷൻ, ഈ രീതിയിലൊക്കെ ഡേറ്റയെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടാക്കുന്നതാണ് അടുത്ത കൺട്രോൾ ടെക്നിക്. This type of useful information when
presented in various forms like charts, graphs, tables, etc., enable the managers to read them more easily and allow a comparison to be made with the performance in previous periods and also with the benchmarks. ഇങ്ങനെയുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ചാർട്ടിലൂടെയോ ഗ്രാഫിലൂടെയോ ടേബിൾസിലൂടെയോ പ്രസൻറ്റ് ചെയ്യുന്നത് വഴി മാനേജേഴ്സിന് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനും കമ്പയർ ചെയ്യാനും പ്രീവിയസിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ബ്രേക്ക് ഇവൻ അനാലിസിസ്. ബ്രേക്ക് ഇവൻ അനാലിസിസ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ മാനേജേഴ്സ് to study the relationship between cost, volume and profit. It determines the overall picture of probable profit and losses at different levels of activity while analyzing the overall position. ബ്രേക്ക്-ഇവൻ അനാലിസിസും മാനേജേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇതിൽ കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റും ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് ഈ ഒരു അനാലിസിസ് നമ്മൾ നടത്തുന്നത്. പ്രോബബിൾ പ്രോഫിറ്റോ ലോസോ ഓരോ ആക്ടിവിറ്റിയിലും എത്രത്തോളം ഉണ്ടാകുമെന്ന് നിശ്ചയിക്കുന്ന ഒരു അനാലിസിസ് കൂടിയാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ്. ദ സെയിൽസ് വോളിയം അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ് ഈസ് നോൺ ആസ് ദ ബ്രേക്ക് ഇവൻ പോയിന്റ്. ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. ബ്രേക്ക് ഇവൻ പോയിന്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഫോർമുല. ബ്രേക്ക് ഇവൻ പോയിന്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. നോ പ്രോഫിറ്റ് നോ ലോസ് ഏരിയ ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിൽ ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പ്രോഫിറ്റും ഏൺ ചെയ്യില്ല, ലോസും ഏൺ ചെയ്യില്ല. എത്രയാണോ നമ്മുടെ ചിലവ് അത് തന്നെയായിരിക്കും നമ്മുടെ വരുമാനം. അപ്പം നമുക്ക് ലോസും ഉണ്ടാവുന്നില്ല, പ്രോഫിറ്റും ഉണ്ടാവുന്നില്ല. ആ ഒരു സിറ്റുവേഷനാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. Fourth traditional techniques of control is budgetary control. Budgetary control can be defined as such a technique of managerial control in which all operations which are necessary to be performed are executed in such a manner so as to perform and plan in advance in the form of budgets and actual results are compared with budgetary standards. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്ന ബജറ്റിൻ്റെ രീതിയിൽ തന്നെയാണോ, ബജറ്റ് പോലെ തന്നെയാണോ നമുക്ക് ആക്ച്വൽ റിസൾട്ട്സ് ഉണ്ടായെന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബജറ്ററി സ്റ്റാൻഡേർഡുമായിട്ടാണ്. Therefore, the budget can be defined as the quantitative statement prepared for a definite future period of time for the purpose of obtaining a given objective. It is also a statement which reflects the policy of that particular period. The common type of budget used by an organization. ഒരു ഒബ്ജക്റ്റീവ് ഒരു കാലയളവിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കോമൺ ടൈപ്പ് ഓഫ് ബജറ്റ്സ് ആണ് ഓർഗനൈസേഷൻസ് എല്ലാം യൂസ് ചെയ്യുന്നതും. സം ഓഫ് ദ ടൈപ്സ് ഓഫ് ബജറ്റ്സ് പ്രിപ്പയർഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ആർ ആസ് ഫോളോസ്. സെയിൽസ് ബജറ്റ്, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാട്ട് ആൻ ഓർഗനൈസേഷൻ എക്സ്പെക്ട് ടു സെൽ ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആസ് വെൽ ആസ് വാല്യൂ. ഒരു ഇമ്പോർട്ടൻറ്റ് ബജറ്റാണ് സെയിൽസ് ബജറ്റ്. ഒരു ഓർഗനൈസേഷൻ ഫ്യൂച്ചറിൽ എത്രത്തോളം സെയിൽസ് ഉണ്ടാകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യും. അതിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ടാകുമെന്നും അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടാകുമെന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സെയിൽസ് ബജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്രൊഡക്ഷൻ ബജറ്റ്, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാട്ട് ആൻ ഓർഗനൈസേഷൻ പ്ലാൻസ് ടു പ്രൊഡ്യൂസ് ഇൻ ദ ബജറ്റഡ് പീരീഡ്. ബജറ്റഡ് പീരീഡിലേക്ക് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രൊഡക്ഷൻ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബജറ്റിനകത്ത് കാണുന്നത് ആ പീരീഡ് കൊണ്ട് ആ ഓർഗനൈസേഷൻ എത്രത്തോളം പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ദ നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ ബജറ്റ്, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ. അതൊരു എസ്റ്റിമേഷനാണ്. ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലും കോസ്റ്റ് ഓഫ് മെറ്റീരിയലും എത്ര വേണം ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് മെറ്റീരിയൽ ബജറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ക്യാഷ് ബജറ്റ്,
ആൻറ്റിസിപ്പേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഫോർ ദ ബജറ്റഡ് പീരീഡ്. ആ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് ഓർഗനൈസേഷനിലേക്ക് എത്ര ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകും, എത്രത്തോളം വരവുണ്ടാകും, എത്രത്തോളം ഔട്ട്ഫ്ലോ ഉണ്ടാകും, എത്രത്തോളം ചെലവ് ഉണ്ടാകും, ക്യാഷിൻ്റെ ഇൻഫ്ലോ എത്രത്തോളം വരും, എത്രത്തോളം ഔട്ട്ഫ്ലോ ഉണ്ടാകുമെന്ന് തയ്യാറാക്കുന്ന ബജറ്റാണ് ക്യാഷ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്യാഷ് ബേസ്ഡ് ആയിരിക്കും. ആ പീരീഡിൽ എത്രത്തോളം ക്യാഷ് ഉണ്ടാകുന്നു, എത്രത്തോളം ക്യാഷ് കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ ബജറ്റ്. Estimated spending on major long-term assets like a new factory or major equipment. ആ ഒരു പീരീഡിലേക്ക് നമുക്ക് എന്തെങ്കിലും പുതിയ അസറ്റോ അല്ലെങ്കിൽ പുതിയ ഫാക്ടറിയുടെ ഒരു അസറ്റോ ഒക്കെ വേണമെങ്കിൽ ആ ഒരു ലോങ് ടേം നേച്ചറിലുള്ള അസറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ എസ്റ്റിമേഷനെയാണ് ക്യാപിറ്റൽ ബജറ്റിൽ പറയുന്നത്. Last one, research and development budget. Estimated spending for the development or refinement of product and processes. ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റിലെയോ പ്രോസസ്സിനോ വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റോ റിഫൈൻമെൻറ്റിന് വേണ്ടിയിട്ടോ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള എസ്റ്റിമേഷനെയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബജറ്റിൽ പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ബജറ്റും ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നതാണ്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ട്രഡീഷണൽ ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ. Okay, this is all for today's session. Thank you for listening.